നെക്സ്റ്റ് ഫൈലം എക്കൈനോഡെർമേറ്റ. എക്കൈനോഡെർമേറ്റ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇവിടെ സ്റ്റാർ ഫിഷ് പോലെയുള്ള ആൾക്കാരെല്ലാം ഇതിൻ്റെ അകത്താണ്. സ്റ്റാർ ഫിഷ്, സീ കുക്കുംബർ, കടൽ ചേന എന്നൊക്കെ പറയുന്ന ഫാമിലിയൊക്കെ ഇതിൻ്റെ അകത്താണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇവരുടെ ബോഡി, ഇതെല്ലാം മറൈൻ ആനിമൽസാണ്. ഈ മറൈൻ ആനിമൽസ് ആകുമ്പോൾ തന്നെ ഇവരുടെ സെപ്പറേഷൻ ഇവർക്ക് ഇല്ല. ഇതുവരെ നമ്മൾ പറഞ്ഞു ആർത്രോപോഡ വരെ ഇത് നമ്മൾ സെഗ്മെൻറ്റഡ് ആണെന്ന് പറഞ്ഞു, പക്ഷെ അതിനുശേഷം ഈ സെഗ്മെൻറ്റഡ് അല്ല. പിന്നെ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ അത് സെഗ്മെൻറ്റഡ് അല്ല. ഇവരുടെ സിമെട്രി, അതുപോലെ തന്നെ ഹെഡോ അങ്ങനെയുള്ള സെഗ്മെൻറ്റേഷൻ ഒന്നുമില്ല, അതൊക്കെ ഇവിടെ ആബ്സെൻ്റ് ആണ്. ദെൻ സിമെട്രി റേഡിയലാണ്. ഏത് പ്ലെയിനിനും ഏത് റേഡിയസിനും ഞാൻ ഡിവൈഡ് ചെയ്യാൻ നോക്കിയാലും അത് ഈക്വൽ ആയിട്ട് എനിക്ക് അവരുടെ ബോഡി പാർട്സ് എനിക്ക് കിട്ടും. ഇനി ഇവരുടെ എൻഡോസ്കെൽട്ടൻ, ഇതും എൻഡോസ്കെൽട്ടൻ ഒരു കാൽക്കേരിയസ് ആയിട്ടുള്ള ഒരു ചെറിയൊരു പോർഷൻ ഇവർക്ക് എൻഡോസ്കെൽട്ടനായിട്ട് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഇത് സ്പൈനായിട്ടായിരിക്കും. നമ്മുടെ സ്റ്റാർ ഫിഷിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അവർക്ക് ചെറിയ സ്പൈൻ പോലെയുള്ള പോർഷനൊക്കെ ഉണ്ട്. അതെല്ലാം ഈ കാൽക്കേരിയസ് ഷെല്ലിൻ്റെ പ്രത്യേകത. അതല്ലെങ്കിൽ ആ സ്പൈൻസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കാൽസ്യത്തിൻ്റെ പ്രസൻസിലാണ്. ഇവരുടെ സെക്സസ് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും. ഇനി വളരെ സിമ്പിളായിട്ട് വായിച്ചു പോകുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കേണ്ട, പക്ഷേ ചില കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്യാൻ പ്രത്യേകം പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഒന്ന് അറിഞ്ഞു വയ്ക്കുക. ദെൻ ഫൈലം കോഡാറ്റ. കോഡാറ്റ എന്ന് പറയുന്നത് ഇവർക്ക് നോട്ടോ കോഡ്, എങ്ങനെ ഇവർക്ക് നോട്ടോ കോഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ മിക്ക ക്ലാസ്സും ബാക്ക് ബോൺ ലൈക്ക് സ്ട്രക്ചറാണ്, അത് അഡ്വാൻസ് ചെയ്ത് വരുന്ന ആണ് പിന്നെ വേർട്ടിബ്രേറ്റ്സിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ ഇത് ബാക്ക് ബോണിന് പകരമാണ് നമ്മുടെ ഈ നോട്ടോ കോഡ് ഉള്ളത്. ഇതൊരു ഡോർസലായിട്ടുള്ള നെർവിൻ്റെ കോഡാണ്, ട്യൂബുലാർ നെർവ് കോഡാണിത്. ഓക്കെ, ഇതാണ് ഫൈലം കോഡാറ്റ. ഈ ഫൈലം കോഡാറ്റയ്ക്കകത്ത് തന്നെ നമുക്ക് ഫിഷിൻ്റെ അകത്ത് തന്നെ അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ ഫിഷിൻ്റെ അകത്ത് തന്നെ ഡിവിഷനുണ്ട്. ഫിഷിൻ്റെ ഡിവിഷൻ എന്താണെന്ന് വെച്ചാൽ ഈ കാർട്ടിലേജസ് ആയിട്ടുള്ള ഫിഷസ് ഉണ്ട്, അതുപോലെ ബോണി ആയിട്ടുള്ള ഫിഷസ് ഉണ്ട്. കാർട്ടിലേജിൻ്റെ എക്സാമ്പിളാണ് ഇതാ ഈ പറയുന്ന നമ്മുടെ കായലിലും പുഴയിലും ഒക്കെ കിട്ടുന്ന ആൾക്കാർ. അവർക്കൊക്കെ കൂടുതൽ ഈ മുള്ളുകളായിരിക്കും അവർക്ക് കൂടുതലുള്ളത്. പക്ഷെ നമ്മൾ ഈ വലിയ വലിയ മീനുകളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവർക്ക് ഈ കാർട്ടിലേജസ് അല്ല, പകരം അത് ബോൺസാണ്. സോ അങ്ങനെ ആ രീതിയിൽ തന്നെ ബോണി ആയിട്ടുള്ള കാർട്ടിലേജസ് ആയിട്ടുള്ളതിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം കോൺട്രക്ടൈസ് എന്ന് പറയുന്നത് ഈ പറയുന്ന വെയിൽ, ബ്ലൂ വെയിൽ പോലെയുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതൽ, ഷാർക്കൊക്കെ ആയിരിക്കും കൂടുതൽ വരും ബോണി ഫിഷസിൻ്റെ കേസ്. അപ്പോൾ ഈ ബോണി ഫിഷസ് എന്ന് പറയുമ്പോൾ ഇവരുടെ ബോഡി തന്നെ കണ്ടില്ലേ അന്ന് വളരെ ഓക്കെ. അപ്പം നമ്മുടെ ബോണി ഫിഷസ്, ഈ ബോണി ഫിഷസ് അതിനെ പറയുന്ന പേരാണ് കോൺട്രക്ടൈസ്. ഓക്കെ, ഷാർക്ക് പോലെയുള്ള ഫിഷസ് ആയിരിക്കും ഇതിൽ ഈ ക്ലാസ്സിൻ്റെ അകത്ത് വരുന്നത്. ഇവരുടെ ടെയിലിൻ്റെ പ്രത്യേകത കണ്ടോ, ഇതുപോലെ കൃത്യമായിട്ട് സെപ്പറേറ്റ് ചെയ്തായിരിക്കും, രണ്ട് ഈക്വൽ ഹാഫ് പോലെ ആയിരിക്കും ഉണ്ടാവാറുള്ളത്. അതുപോലെ തന്നെ സ്കെൽട്ടൻ കാർട്ടിലേജിനസ് ആയിട്ടുള്ള സ്കെൽട്ടൻ ആണ്. ഇനി അതേസമയം ഓസ്റ്റിയോതൈസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്, ഓസ്റ്റിയോതൈസ്. ഈ ഓസ്റ്റിയോതൈസ് ആണ് നമ്മൾ സാധാരണമായി നമ്മൾ കഴിക്കുന്ന മുള്ളുള്ള മീൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ആൾക്കാരാണ് ഇവർ, ഓസ്റ്റിയോതൈസ്. ഓക്കെ, ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുപോലെ സ്കെലട്ടൻ ബോഡിയാണ്. അതുപോലെ ടെയില് ഹോമോസിറലാണ്. അതായത് കണ്ടോ, ഇതിങ്ങനെ കൂടിച്ചേർന്ന് ഒരേപോലെയാണ് ഇത് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ ഇത് സെപ്പറേറ്റഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, ദെൻ ഇവർക്ക് ഗിൽസ് പ്രസൻ്റ് ആണ്. അതുപോലെ മൗത്ത് ഈ ടെർമിനലിൽ തന്നെ മൗത്ത് പ്രസൻ്റ് ആണ്. അതെല്ലാം ഇവിടെ കോൺട്രക്ടൈസിൻ്റെ കേസിൻ്റെ അകത്ത് മൗത്ത് ഈ ഭാഗത്തായിരിക്കും, അതായത് വെൻട്രലായിരിക്കും. ഇവിടെ ആ ഒരു ടെർമിനൽ തന്നെയായിരിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. അടുത്തത് ആംഫീബിയാണ്. കുറച്ചുകൂടെ പരിചയം ഉണ്ടാവും ആംഫീബിയൻസ് നമുക്കറിയാം. ഇവർ വെള്ളത്തിലും അതുപോലെ തന്നെ കരയിലും ഒക്കെ താമസിക്കുന്ന ആൾക്കാരാണ് ആംഫീബിയൻസ്. അപ്പോൾ ഇവരുടെ ബോഡിയിൽ എപ്പോഴും അതിൻ്റെ ആ ഒരു സർഫസിലായിരിക്കും റെസ്പിറേഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ പിന്നെ അല്ലെങ്കിൽ ആ ചെവിയുടെ ഭാഗമൊക്കെ ഈ ബോഡിയുടെ ഔട്ടർ സർഫസിൻ്റെ ആയിരിക്കും. ഇനി വേറൊരു കാര്യം, ഗ്ലാൻസ് ഒക്കെ പ്രസൻ്റ് ആയിട്ടായിരിക്കും. അതേപോലെ മറ്റൊരു കാര്യം, ഈ അവരുടെ ആ ചെവി പോലെയുള്ള ആ ഭാഗത്തെ പറയുന്ന പേരാണ് ടിംബാനം. ബോഡി സർഫസിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഭാഗം നമ്മൾ ഈ തവളയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ആ ചെവി അതിൻ്റെ ബോഡിയുടെ സർഫസിനോട് ചേർന്നിട്ടാണ് ടിംബാനം എന്ന് വിളിക്കുന്നത്. പിന്നെ നോസ്ട്രിൽസ് ഉണ്ടായിരിക്കും അവർക്ക്. ആ നോസ്ട്രിൽസ് വെച്ചിട്ടായിരിക്കും ഇവരുടെ റെസ്പിറേഷൻ പോലുള്ള പ്രോസസ്സുകൾ നടക്കുന്നത്. ഓക്കെ, പിന്നെ ഇവർക്ക് 5 ഫിംഗേഴ്സ് ആയിട്ടുള്ള ലിംസ് ആയിരിക്കും ഉണ്ടാകുന്നത്.
ഓക്കെ, ലിംസ് വെച്ചിട്ടായിരിക്കുമല്ലോ ഇവരുടെ മോഷൻ നടത്തുന്നത്, ലോക്കോമോഷൻ ഇവർ പ്രൊസീഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് ഇവരുടെ ഹാർട്ട് 3 chambered ഹാർട്ടാണ്. നമ്മുടെ തവളയുടെയൊക്കെ എടുക്കുമ്പോൾ 3 chambered ഹാർട്ടാണ്. ഇത് അക്വാട്ടിക്കാണ്, അതുപോലെ തന്നെ ലാൻഡിൽ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ എക്സാമ്പിളാണ് ഫ്രോഗ്, ടോഡ് ഒക്കെ അതിൻ്റെ എക്സാമ്പിളായിരിക്കും. ഇവർക്ക് നെക്ക് ഉണ്ടാകത്തില്ല, പകരം അത് ട്രങ്കാണ്. ഹെഡ് ഉണ്ടായിരിക്കും, ട്രങ്ക് ഉണ്ടായിരിക്കും, പിന്നെയാണ് പിന്നെ ഇങ്ങനെ അബ്ഡോമിനൊക്കെ ചേർന്ന ഭാഗമാണ് ട്രങ്ക് എന്ന് പറയുന്നത്. അല്ലാതെ വേറെ സെഗ്മെൻറ്റേഷൻ ഒന്നും ഇവിടെ കാണുന്നില്ല. പിന്നെ ഈ നോസ്ട്രിൽസ്, അവരുടെ ആ മൗത്തിൻ്റെ ഓപ്പണിങ്ങിന് പറയുന്ന പേരാണ് ബക്കൽ ക്യാവിറ്റി. ഓക്കെ, ആ നോസ്ട്രിൽസ് വഴിയാണ് അവരുടെ റെസ്പിറേഷൻ അവർ നടത്തുന്നത്. അതേപോലെ തന്നെ ബോഡിയുടെ സർഫസിൽ വെച്ചിട്ട്, ബോഡിയുടെ സർഫസ് കൊണ്ട് ഇവരുടെ റെസ്പിറേഷൻ നടത്താറുണ്ട്. 2 രീതി ഇവർക്ക് പോസിബിളാണ്. നെക്സ്റ്റ് ക്ലാസ്സാണ് റെപ്റ്റൈൽസ്, ഉരഗങ്ങൾ എന്ന് പറയുന്ന ഭാഗം. ഉരഗങ്ങളെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇവർ ടെറസ്ട്രിയലായിരിക്കും. പല്ലി പോലെയുള്ള സാധനങ്ങളാണ്. പല്ലി, അരണ, ഓന്ത് പോലെയുള്ള ആൾക്കാരാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇത് സ്നേക്സ്, പാമ്പുകൾ അതും വരും. ഇവരുടെ സ്കിന്ന് വളരെ ഡ്രൈ ആയിരിക്കും മിക്കപ്പോഴും. പിന്നെ അവർ സ്കെയിൽസ് ഉണ്ടായിരിക്കും, അത് മുള്ള പോലെയുള്ള സ്കെയിലുകൾക്ക് ഇവരുടെ ബോഡിയിൽ പ്രസൻ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇവരുടെ റെസ്പിറേഷൻ നടക്കുന്നത് ലങ്സ് വഴിയാണ്. കുറച്ചുകൂടെ അഡ്വാൻസ് ആയല്ലോ, ലങ്സ് വഴിയാണ് ഇവരുടെ റെസ്പിറേഷൻ നടക്കുന്നത്. ദെൻ ഇവിടെയും 3 ഹാർട്ടഡ് ആയിട്ടുള്ള ചേമ്പറാണ് ഇവർക്ക് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അതേസമയം 4 ഹാർട്ടഡ് ആയിട്ടുള്ള ചേമ്പറുള്ള ആൾക്കാരുണ്ട്, അവരുടെ പേരാണ് ക്രോക്കഡൈൽസ്. ഓക്കെ, അതും ആംഫിബിയൻ, ഈ പറയുന്ന റെപ്റ്റൈൽസിൻ്റെ ഇതിൽ തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ആൾക്കാരാണ്. ഇതിൻ്റെ അണ്ടറിൽ വരുന്ന എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. ഇനി ടർട്ടിൽസും ടോട്ടോയ്സും എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ വരുന്ന ആൾക്കാരാണ്. ഇനി ഏവ്സ്, ബേർഡ്സ് കൂടുതലായിട്ട് വരുന്ന ഈ ക്ലാസ്സിൽ, ഏവ്സ് എന്ന് പറയുന്ന ക്ലാസ്. ബേർഡ്സിൻ്റെ പ്രത്യേകത എന്താ? അവർ കൂടുതലും ഈ ബോഡിയുടെ ഹോമിയോതെർമലാണെന്ന് ഇവർ പറയുന്നത്. ഹോമിയോതെർമൽ എന്ന് പറഞ്ഞാൽ ഹോമിയോതെർമൽ അല്ലെങ്കിൽ എൻഡോതെർമൽ എന്ന് പറയണം. അതിൻ്റെ കാരണം ഇവരുടെ ബോഡി ടെമ്പറേച്ചർ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അവർ നിൽക്കുന്ന പ്രദേശത്തിനനുസരിച്ചായിരിക്കും ഇവരുടെ ബോഡിയുടെ ടെമ്പറേച്ചർ ഇവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഹോമിയോതെർമൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ വാം ബ്ലഡഡ് എന്ന് പറയാറ്. വാം ബ്ലഡഡ് എന്ന് പറഞ്ഞാലും അവർ നിൽക്കുന്ന ആ ഒരു ബേർഡ് അല്ലെങ്കിൽ ആ പക്ഷികളുടെ നിൽക്കുന്ന ചുറ്റുവട്ടത്തിൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് ഇവരുടെ ബോഡി ടെമ്പറേച്ചർ ഇവർക്ക് കോൺസ്റ്റൻ്റ് ആക്കി നിർത്താൻ സാധിക്കാറുണ്ട്. പിന്നെ അടുത്ത് പറയുന്നത് ഇവരുടെ ഫോർ ലിംസ് ഉണ്ടല്ലോ, ഈ ഫോർ ലിംസ് ആണ് ഡെവലപ്പ് ചെയ്ത് വിങ്സ് ആയിട്ട് മാറിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇവർക്ക് ഹൈൻഡ് ലിംസ്, രണ്ട് കാലുകളൊന്നുണ്ട്, അതാണ് ഹൈൻഡ് ലിംസ്. ഫോർ ലിംസ് ആണ് ഡെവലപ്പ് ചെയ്ത് ചിറകായിട്ട് മാറിയിട്ടുള്ളത്. പിന്നെ ഇവരുടെ ബോഡി പാർട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഹെഡ്, നെക്ക്, അതുപോലെ തന്നെ ട്രങ്ക്. ആ ബാക്കിയുള്ള ഭാഗം എല്ലാം കൂടെ ചേർത്താണ് ട്രങ്ക് എന്ന് പറയുന്നത്, നെക്കിന് താഴോട്ടുള്ളത്. പിന്നെ ഇവിടെ ബീക്ക്, ടീത്തില്ല ഇവർക്ക്, പകരം ബീക്കാണ്, ചുണ്ട്. ഞാൻ അവരുടെ എന്താ അതിന് മലയാളത്തിൽ പറയാം, ബീക്കിന് കൊക്ക്, കൊക്കുണ്ടായിരിക്കും ഇവർക്ക്. പിന്നെ ഇവരുടെ കൂടുതലും എയർ സ്പേസ്, ഇവരുടെ സ്കെൽട്ടൻ ബോഡിയാണ്, പക്ഷെ അതിൻ്റെ അകത്ത് എയർ സാക്ക് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഇവർക്ക് അധികം വെയിറ്റ് ഇല്ലാത്ത, പറക്കുന്ന സമയത്ത് വെയിറ്റ് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എയർ സാക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇവർക്ക് വോയിസ് ബോക്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹാർട്ട് 4 ചേമ്പേർഡാണ്. ദെൻ വോയിസ് ബോക്സ്, അത് ഈ പറയുന്ന ബ്രോങ്കയുടെ ഭാഗത്തൊക്കെ ആയിട്ട്, ട്രക്കയുടെയും ബ്രോങ്കയുടെയും ഭാഗത്തായിട്ടായിരിക്കും ഈ പറയുന്ന വോയിസ് ബോക്സ് അല്ലെങ്കിൽ സിറിങ്സ് പ്രസൻ്റ് ആയിട്ട് ഒച്ച വെക്കാൻ വേണ്ടിയിട്ട്. ദെൻ ഒവിപാരസ് എന്ന് പറയുന്നത് മുട്ടയിടുന്ന നമ്മുടെ പക്ഷികളാണ്. അവരുടെ മുട്ടയെ കവർ ചെയ്യുന്ന ആ ഒരു മുട്ടത്തോട്, അത് കാൽക്കേരിയസ് ആണ്. അതും ആ പറയുന്ന എഗ്ഗ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കവർ ചെയ്യുന്നത് കാൽക്കേരിയസ് ആയിട്ട്. ഇനി ഫൈനലായിട്ടുള്ള നമ്മുടെ ഡിവിഷനിലേക്ക് വരികയാണ്. ഇതാണ് മമേലിയ. മമേലിയക്കകത്താണ് നമ്മൾ ഹ്യൂമൻസൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. മമേലിയക്ക് ഓക്കെ, പ്രത്യേകത നോക്കാം. ഇവരുടെ ബോഡി ഫുള്ള് ഹെയർസ് വെച്ചിട്ട് കവർ ചെയ്തിരിക്കും, അറിയാമല്ലോ. ഇവിടെ ഈ പറയുന്ന പട്ടി, പൂച്ച പോലെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നതാണ്, മമേലിയക്കകത്ത് വരുന്നതാണ്. അതുപോലെ മാമറി ഗ്ലാൻസ് പ്രസൻ്റ് ആയിട്ടുള്ള എല്ലാവരും ഇല്ലാത്ത. ദെൻ സ്വെറ്റ് ഗ്ലാൻസ്, അതും പ്രസൻ്റാണ് ഇവിടെ സ്കിന്നിൽ തന്നെ. പിന്നെ ബോഡി, ഹെഡ് സെഗ്മെൻറ്റേഷൻ വന്നിട്ടുണ്ട് ഇവിടെ. ബോഡി, ട്രങ്ക്, ടെയില്, അതൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. മമേലിയക്കകത്ത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് ഹ്യൂമൻസ്. ദെൻ
നെയിൽസൊക്കെ നമുക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന മമ്മേലിയൻസിന് നെയിൽസ് പ്രസൻ്റ് ആണ്. അതുപോലെ ക്ലോവ്സ് പ്രസൻ്റ് ആണ്. പിന്നെന്താ, ടീത്ത്, ഇവിടെ ടീത്ത് പ്രസൻ്റ് ആണ്. ദെൻ ഹോമിയോതെർമൽ, വാം ബ്ലഡഡ് ആയിട്ടുണ്ട്. അതുപോലെ ഹാർട്ട് എന്ന് പറയുന്നത് 4 chambered ആയിട്ടുള്ള ഹാർട്ടാണ്. ദെൻ അതുപോലെ വിവി പാരസ് ആയിട്ടുള്ള ഓർഗാനിസം ഇതിൻ്റെ അകത്ത് പ്രസൻറ്റ്. വിവി പാരസ് എന്ന് പറയുന്നത് പ്രസവിച്ച് പാലൂട്ടുക എന്ന് പറയുന്ന വിഭാഗമാണ്. അതും ഇതിൻ്റെ അകത്ത് പ്രസൻ്റാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഫീറ്റസ്, ഇത് ഫെർട്ടിലൈസേഷൻ നടന്ന് സൈക്കോട്ട് പിന്നീട് ഫീറ്റസ് ആയിട്ട് പ്ലാസൻ്റയിൽ വളർന്നാണ് നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി 1-2 കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ ഈ പറയുന്ന ബേർഡ്സും അതുപോലെ തന്നെ നമ്മുടെ മാമൽസും ഇതെല്ലാം ഹോമിയോതെർമൽ, അതായത് ഇവരുടെ ബോഡി ടെമ്പറേച്ചർ എപ്പോഴും എല്ലായിടത്തും കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് നിലനിർത്താൻ പറ്റും. അതേപോലെ ഈ ബാറ്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ഐസൈറ്റ് വളരെ പോറാണ്. അതുകൊണ്ട് അവരെപ്പോഴും UV റേസ് റിഫ്ലക്റ്റ് ചെയ്താണ് അവരുടെ പാത്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ആ UV റേസ് അവർ പ്രൊഡ്യൂസ് ചെയ്യും. അതിനനുസരിച്ച് അത് ആ ലൈറ്റ് എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ അതിൽ തട്ടി തിരിച്ചു വരുമ്പോൾ അവർക്ക് മനസ്സിലാവും ആ പാത്തിൽ എന്തോ തടസ്സം ഉണ്ടാവും. അങ്ങനെയാണ് അവർ ഡൈവേർട്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ, അത് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന റേസ് എന്ന് പറയുന്നത് സൂപ്പർസോണിക് വേവ്സ് ആണ്. ഈ സൂപ്പർസോണിക് വേവ്സ് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരുമ്പോഴാണ് അവർ ഡൈവേർട്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ, അത് റഡാർ പോലെയുള്ള ആക്ടിവിറ്റി തന്നെയാണ് ശരിക്കും ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കിങ്ഡം പ്ലാന്റ് ആൻഡ് അനിമേലിയ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത്. ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ.